ഇതുവരെ എല്ലാ മാച്ചിലും തോറ്റ രാജസ്ഥാൻ ഇന്ന് പെട്ടെന്ന് കളി ജയിച്ചിരിക്കുകയാണ്. കളിയിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വൈഭവിന് തന്നെയാണ്. 35 ബോളിൽ നിന്നാണ് വൈഭവ് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതെന്ന് ഗുജറാത്തുമായിട്ട് കളി ജയിച്ച് ക്യാപ്റ്റൻ പരാഗ് ആ സത്യം പറഞ്ഞിരിക്കുകയാണ്. പരാഗ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്തിന്റെ 209 റൺസ് വെറും 15 ഓവറിലാണ് രാജസ്ഥാൻ മറികടന്നത്. IPL രണ്ടാമത്തെ വേഗതയേറിയ സെഞ്ചുറിയാണ് വൈഭവ് ഇന്നടിച്ചത്. ഇന്ന് കളി ജയിച്ച് ക്യാപ്റ്റൻ പരാഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങൾക്ക് ജീവന്മാരുടെ പോരാട്ടമാണ്. തോറ്റാൽ IPL ഞങ്ങൾ പുറത്താണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് ഞങ്ങൾക്ക് ഇന്ന് ജയിക്കേണ്ടതുണ്ട്. ഞാനത് വൈഭവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നീ ഇന്ന് കാഴ്ചവെക്കണം. അവൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. വൈഭവിന് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് സഞ്ജു ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ ഇന്ന് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, എനിക്ക് സഞ്ജു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണമെന്നത് സഞ്ജുവിൽ നിന്നാണ് ഞാൻ കണ്ടുപഠിച്ചത്. സഞ്ജുവിനെ പരിക്കുള്ളത് ഞങ്ങൾക്ക് തിരിച്ചടി തന്നെയാണ്. വൈഭവ് ഇങ്ങനെ കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവന്റെ കളി കണ്ട് ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരാൻ പോകുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിച്ച് പ്ലേ ഓഫിലെത്തുമെന്ന് രാജസ്ഥാൻ ക്യാപ്റ്റൻ പരാഗ് വ്യക്തമാക്കി. സഞ്ജു കളിച്ചില്ലെങ്കിലും എല്ലാ താരങ്ങളെയും പുറകിൽ സഞ്ജു ഉണ്ട്. അവർക്ക് കാര്യങ്ങൾ സഞ്ജു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ കോച്ച് ദ്രാവിഡും. ഈ രണ്ട് താരങ്ങളുമാണ് രാജസ്ഥാന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. വൈഭവിന്റെ കളി കണ്ട് ഗുജറാത്തിന്റെ കിളി പറഞ്ഞിരിക്കുകയാണ്. 14 വയസ്സുള്ള താരം ഇങ്ങനെ കളിക്കുമെന്ന് ആരും കരുതിയില്ല. ഗുജറാത്ത് നിന്ന് അടിച്ചു കളിച്ചപ്പോൾ അവർ ജയിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ വൈഭവ് ഒരുക്കമല്ലായിരുന്നു. വെറും 17 ബോളിൽ 50ഉം 35 ബോളിൽ താരം സെഞ്ചുറിയും അടിച്ചു. എന്തായാലും രാജസ്ഥാൻ ടൂർണമെന്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. രാജസ്ഥാൻ ഇപ്പോൾ പ്ലേ ഓഫ് പ്രതീക്ഷയുണ്ട്. വരാൻ പോകുന്ന മാച്ചിൽ രാജസ്ഥാൻ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.